season 2. ഇന്ന് ഞാൻ വളരെ enthusiastic and high spiritലാണ്. അതിന്റെ കാരണം ഈ ലെറ്റ്സ് ഡാൻസ് സീസൺ 2ലെ ഈ സ്റ്റേജ് തന്നെയാണ്. ഇവിടുത്തെ ഒരു ആംബിയൻസ് ആൻഡ് പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, ഇറ്റ്സ് ജസ്റ്റ് സൂപ്പർ. പക്ഷെ ഈ പോസിറ്റീവ് ഫീലിന്റെ പുറകിൽ ഒരു ബാക്കപ്പ് എനർജി ഉണ്ട്, നമ്മുടെ ജഡ്ജസ്. അപ്പൊ സ്വാഗതം ചെയ്യാം ലൈല മജ്നു, റോമിയോ ജൂലിയറ്റ്, ശാന്തി മാസ്റ്റർ. നിങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാവും നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ പെർഫോമൻസ് കാണാൻ. ഇന്ന് നമുക്ക് 3 റൗണ്ട്സ് ആണ് ഉള്ളത്. പ്രോപ്പർട്ടി റൗണ്ട്, കോമഡി റൗണ്ട് ആൻഡ് ദി വേൾഡ് ഡാൻസ് റൗണ്ട്. ആദ്യമായി സ്വാഗതം ചെയ്യാം പ്രാജൻ ആൻഡ് അഞ്ജലി ഫോർ ദി പ്രോപ്പർട്ടി റൗണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ 3rd ലെവൽ ഓഫ് പെർഫോമൻസ് ആണ്. ഞങ്ങളെ പ്രോപ്പർട്ടി റൗണ്ടാണ് എടുത്തത്. ഞങ്ങൾ എടുത്തിരിക്കുന്നത് കുറച്ചൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ബക്കറ്റാണ് ഞങ്ങളുടെ പ്രോപ്പർട്ടി. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല എൻ്റർടൈനിങ് ആയിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബാക്കി സ്റ്റേജിൽ കാണാം. പ്രാജൻ, അഞ്ജലി, പ്രോപ്പർട്ടി റൗണ്ടിലെ ഏത് പ്രോപ്പർട്ടി ആയിട്ടാണ്? ബക്കറ്റ്. ബക്കറ്റ്. ഇത് ബക്കറ്റ്, നല്ല ബക്കറ്റ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് ചെയ്യാ. ഡപ്പാങ്കുത്ത് സ്റ്റൈലാണ് അല്ലേ? ആദ്യമായിട്ടായിരിക്കും അഞ്ജലി? ഓക്കെ, അപ്പൊ ഗുഡ് ലക്ക് ഫോർ ദിസ് റൗണ്ട്. താങ്ക് യു. Bob Clearmountain mixed with attitude, funky drums from hell. Sign up at the Chrome, better Ronnie, better rap. Better rap. Better rap. Better rap. Better rap. Mama better, I am better. Then I'm better, tenga matte. Mama better, I am better. என்ன பணம் என்ன இருப்பது ஒரு லைஃப் போதுமடா சாமி எனக்கு ஒரு வைஃப். திறந்து வைப்போமே மனசை திறந்து வைப்போமே, வருவது யார் என்ன விட்டு தான் பார்ப்போமே. அட உனக்கு என்ன பிறந்தது உனக்கே தான், கிடைச்சத வச்சு கூட அவ்வளவு தான். நடப்பது தான் உண்மை. விடியும் பார் விடிய 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 விடிய. மண்ணெண்ண ரவ ரேஷன் பாமாயில் பச்சரிசி கோதுமை பத்தல காசு கொஞ்சம் கூட பத்தலையே. ஒரணா 2 அண்ணா உண்டியெல்லாம் உடைச்சி 4 அண்ணா 8 அண்ணா கடனை உடனே வாங்கி. ஒரணா 2 அண்ணா உண்டியெல்லாம் உடைச்சி 4 அண்ணா 8 அண்ணா கடனை உடனே வாங்கி. அண்டா குண்டா அடகு வச்சோ அஜி 10 பைசா எடுத்தோ பத்தல 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 பத்தல. கர்வாடு துண்டு பீடி பவாலு குடிசை குப்பை தொட்டி பக்கத்துல டீ கடை ரிக்ஷா காத்தாடி பாட்லோடு மாஞ்சா கில்லி கோலி லுங்கி பான கான பாட்ட பாடலாம ஆல அஞ்சல பஜாரு நிஜாரு கண்ணியப்ப முன்னியம்ம கிரி கஜாமணி எம்ஜாரு சிவாஜி ரஜினி கமல் பகல பிகல செவல அவள ஆல் ஷோஸ் ஹவுஸ்ஃபுல்.
Prajin, Anjali. Better rap. Yo, yo. Better rap. Yo. Okay, അപ്പൊ ഈ റാപ്പ് ബക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം. ശാന്തി മാസ്റ്റർ. പ്രജൻ നമസ്കാരം. ഹായ് അഞ്ജലി. ഹായ് ബോയ്സ്. പ്രോപ്പർട്ടി റൗണ്ട് അല്ലേ മോനു? അത് അങ്ങനെ വന്നത്? ഓക്കെ. എനിക്ക് ഈ ബക്കറ്റ് ഡാൻസ് ഒരു പ്രോപ്പർട്ടി റൗണ്ടിന് വേണ്ടി ഞങ്ങൾ സെലക്ട് ചെയ്തത് വളരെ ഇഷ്ടപ്പെട്ടു. ദൈവമേ, നന്നായിരുന്നു. നല്ല കൊറിയോഗ്രാഫി. എനിക്ക് ഇതിന്റെ പ്രസന്റേഷൻ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇറ്റ് വാസ് എന്റർടൈനിങ്. തുടങ്ങിയത് അറിഞ്ഞില്ല. ഇറ്റ് വാസ് ഒരു നല്ല എന്റർടൈൻമെന്റ് സിനിമ കണ്ട മാതിരിയായിരുന്നു. ആൻഡ് ഒരു കമ്പാരിസൺ, നമ്മൾ സിനിമയിലെ പ്രഭുദേവ സർ ചെയ്ത ആ പാട്ട് ഇവിടെ പ്രജിൻ, അഞ്ജലി ആൻഡ് ടീം ചെയ്തപ്പോൾ ഒരിക്കലും അത് ഇവർ മോശമാക്കില്ല. നല്ല എനർജി ഉണ്ടായിരുന്നു, പെപ്പി ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. പക്ഷെ ആ ബക്കറ്റ് നിങ്ങൾ വെച്ച പൊസിഷനും യൂസ് ചെയ്ത രീതിയാണ് ഇച്ചിരി കുഴപ്പമുണ്ടായിപ്പോയി അല്ലേ? എന്തോ പറയാൻ ഉദ്ദേശിച്ചു. മോൻ പറയും. എന്താ ഇങ്ങനെ ആക്കിയേ? പറഞ്ഞില്ലേ പൊസിഷന് മനസ്സ് പറഞ്ഞു പുറത്തേക്ക് വന്നു. ഇതാ മനസ്സിൽ വെച്ചിട്ട് പുറത്ത് പറയാതിരിക്കരുത്. പുറത്ത് പറയൂ. മനസ്സിൽ എന്താ ഉണ്ടായിരുന്നേ? ബക്കറ്റ് എവിടെ വെച്ചതാണെന്നും ബോറായതെന്ന് മനസ്സിലായില്ല. അതാണ്. നന്നായിരുന്നു. പ്രജിൻ ഒരു സ്ഥലത്ത് മറന്നു പോയില്ലേ ആ ബക്കറ്റ്? അല്ല മോനു, പ്രജൻ ഒരു സ്ഥലത്ത് ഒരു സ്റ്റെപ്പ് മറന്നു പോയത്, ലേറ്റ് ആയി പോയില്ലേ? അവരെല്ലാം കറക്റ്റ് ടൈമിംഗിൽ ചെയ്തു. നീ മാത്രം ആ ബക്കറ്റ് കൊണ്ടുവരാൻ ഇച്ചിരി സമയം എടുത്തു. പക്ഷെ പൊതുവെ നീ കാണിച്ച എല്ലാ ആക്ഷൻസും, ഈ രജനികാന്ത് സാറായിട്ട് MGR സാർ എന്തൊക്കെയോ ലിറിക്സ് വന്നല്ലോ ഇടയ്ക്ക്, അതിൽ കാണിച്ച ആക്ഷൻസ്, മോൻ ഡാൻസ് ചെയ്ത രീതി എല്ലാം സൂപ്പർ ആയിരുന്നു. ഈ 3rd ലെവലിൽ നിന്റെ ഫസ്റ്റ് പെർഫോമൻസ് അടിപൊളി. ഇത്രയും ബോയ്സിന്റെ കൂടെ ഈ ഒരു വേഷം കെട്ടിയിട്ട് അഞ്ജലി നന്നായിട്ട് ഡാൻസ് ചെയ്തു. കറക്റ്റ് ടൈമിങ്ങിലാണ് മോളെല്ലാം ചെയ്തത്. ആ ബക്കറ്റിലെ 2 കാലം വെച്ചപ്പോഴും മാത്രം ചെറിയൊരു ടെൻഷൻ, കാൽ പുറത്തേക്ക് വരുമോന്ന്. ദ ഐഡിയ വാസ് ഗുഡ്, ദ ഡിസൈനിങ് വാസ് ഗുഡ്. ലാസ്റ്റ് ആക്ഷൻ എന്തായിരുന്നു നീ ഞങ്ങളെ നോക്കി കാണിച്ചത്? ഞാനിപ്പോ കാണിക്കുന്നു. സൂപ്പർ. താങ്ക് യു മാസ്റ്റർ. റോമിയോ ജൂലിയറ്റ്. പ്രജിൻ, അഞ്ജലി ഇഷ്ടപ്പെട്ടു. നല്ല പ്രസന്റേഷൻ. പക്ഷെ അതിൽ നിങ്ങളുടെ കോൺസെപ്റ്റ് വളരെ നന്നായിരുന്നു. നിങ്ങളുടെ ഡാൻസ് മൂവ്മെൻറ്റ്സ് എക്സലൻറ്റ്. നല്ല മൂവ്മെൻറ്റ്സ് ആണ്, നല്ല കൊറിയോഗ്രാഫി. കാര്യം നിങ്ങൾ ഓരോ ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സ് റിപ്പീറ്റേഷൻ ഇല്ലാതെ ഒരുപാട് വെറൈറ്റി, ഒരു ഡ്രം ബീറ്റൊക്കെ ചെയ്തില്ലേ, അതൊക്കെ നല്ല ഒരു ഇന്നോവേറ്റീവ് തോട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത്. പക്ഷെ അതിൽ ആകെ എനിക്ക് വിഷമം തോന്നിയത് നിങ്ങളുടെ പ്രാക്ടീസ് കുറവാണോ, നിങ്ങളുടെ ഒരു കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പം പ്രജിൻ ബക്കറ്റ് നേരെ പിടിക്കുമ്പോൾ അഞ്ജലി ബക്കറ്റ് നേരെ തിരിച്ചു പിടിക്കും. ഇല്ല, നിങ്ങൾ കുറച്ചും കൂടെ കോർഡിനേഷനാണ് ഏറ്റവും വലിയൊരു ഡിസ്ട്രാക്ഷനായിട്ട് ഈ ഒരു ഡാൻസിലുള്ളത്. ബാക്കിയെല്ലാം പിന്നെ പ്രജിൻ പാടിയൊന്നുമില്ല, കുറച്ചൊരു എനർജി കുറവായിരുന്നു. ഈ ലെവലിലെ ഫസ്റ്റ് പെർഫോമൻസ് ആയതുകൊണ്ടായിരിക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അല്ലേ? അപ്പോൾ ഇനിയുള്ള റൗണ്ട്സിൽ ഇതിലും നന്നായിട്ട് പാടണം, കോർഡിനേഷൻ ശ്രദ്ധിക്കണം. ബാക്കി നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. നല്ല കൊറിയോഗ്രാഫി, നല്ല മൂവ്മെന്റ്സ്, നല്ല തോട്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലൈല മജ്നു. പ്രജിൻ ആൻഡ് അഞ്ജലി, ബക്കറ്റ് എന്നുള്ളത് ഒരു ഇന്നോവേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ പ്രസന്റ് ചെയ്തത് വളരെ നന്നായിരുന്നു. ഒരു പ്രോപ്പർട്ടി റൗണ്ടിൽ നിങ്ങളുടെ സോങ് സെലക്ഷൻ, നിങ്ങളുടെ വേ ഓഫ് പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. പിന്നെ നെഗറ്റീവ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആണ്. ജഡ്ജസ് പറഞ്ഞു, വളരെ വിസിബിൾ ആയിരുന്നു. അപ്പോൾ അത് ഓഡിയൻസിനും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും ഞാൻ വീണ്ടും പോയിന്റ് ചെയ്ത് പറയുന്നില്ല. ആ കാര്യങ്ങൾ അടുത്ത ഒരു റൗണ്ട് വരുമ്പോൾ, അടുത്ത പെർഫോമൻസ് വരുമ്പോൾ മേക്കപ്പ് ചെയ്യുക. കൂടുതൽ നല്ല പെർഫോമൻസുകളുമായി കാണാം. ഓൾ വിഷസ്. താങ്ക് യു. ആദ്യത്തെ പെർഫോമൻസ്, അതായത് 3rd ലെവലിൽ ആദ്യത്തെ പെർഫോമൻസ് ആണ് അഞ്ജലി. ജഡ്ജസ് ഈക്വലി ഇംപ്രസ്ഡ് ആണ്, കുറെ ഇംപ്രൂവ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഇംപ്രൂവ്മെന്റ്, ഈ ഒരു എന്റർടൈനിങ് ആക്ടിന് എത്രയാണ് മാം? 8.5 on 10. മതിയോ? 8.5 out of 10. റോമിയോ ജൂലിയറ്റ്. 8.5 on 10.
Thank you, Master. 8.5 out of 10. Leila Majnu, 8.5 on 10. 8.5 out of 10. 25.5 out of 30. Thank you. Thank you, thank you. Thank you, team. എല്ലാവരും ബോൺ കോമഡിയൻസ് അല്ല, പക്ഷേ കണ്ടസ്റ്റൻസ് നമ്മളെല്ലാവരും ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര പാടുപെടുന്നുണ്ട്. അപ്പോൾ ഈ കോമഡി റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു അഖിൽ ആൻഡ് ലക്ഷ്മി. ഹലോ, ഞാൻ ലച്ചു ആണേ. ഇത് അക്കിയാണേ. ഇത് നമ്മുടെ കോമഡി റൗണ്ടിന് വേണ്ടിയിട്ടുള്ള ഗെറ്റപ്പാണ്. ഇതെങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ടൊക്കെ കൂടെ വേണം. താങ്ക് യു. അഖില കുട്ടി, ലക്കുമോനെ, സുഖാണോ? അച്ചടാ, രണ്ടുപേരും സോ സ്വീറ്റ്. ഈ ഡ്രസ് എവിടുന്നാ മേടിച്ചേ മോളു? അനിയത്തിയുടെയോ? മോളിന് എത്ര വയസ്സുണ്ട്? 22 വയസ്സോ? ബെസ്റ്റ്. അപ്പൊ ഈ കോമഡി റൗണ്ട് തകർക്കാം. ഓക്കെ, ഗുഡ് ലക്ക്. അടുത്തതായി വേദിയിൽ സിനിമാറ്റിക് ഡാൻസ്. മക്കളെ കളിക്കും മക്കളെ. മക്കള് പേടിക്കാതെ കളിക്ക്. അമ്മ പറഞ്ഞ കളിച്ചാൽ ഐസ്ക്രീം വാങ്ങി തരാം. വീട്ടിൽ പോവാമ്മ. അയ്യോ മക്കളെ, അമ്മയുടെ കയ്യിൽ നിന്ന് അടികൊള്ളുവേ. സിനിമയിലെ കവിതകളും നടിമാരിക്കണോ പേടിയാവണമ്മ. അയ്യോ അവര് പാവല്ലേ മക്കളെ. മാമനെ പേടിയാവണം എനിക്ക്. അയ്യോ മാമ ഒന്നും ചെയ്യത്തില്ല, മോള് കളിക്ക്. അച്ഛനും കൊച്ചനും കൊച്ചനും എത്തിയും സെറ്റുമ സെറ്റുമസ അത്തിലി ഇത്തിലി പറങ്ങി താളി സെറ്റുമ സെറ്റുമസ അച്ഛനും കൊച്ചനും കൊച്ചനും എത്തിയും സെറ്റുമ സെറ്റുമസ. പണ്ടൊരു
അഖില മോളെ, ലക്കു മോനെ. ഇതാണ് ഹെയർ സ്റ്റൈൽ. എനിക്ക് ഇടണം ഈ ഹെയർ സ്റ്റൈൽ. താഴെ പോയ ചേച്ചി ചെയ്തു കൂട്ടില്ല ഞാൻ. നമുക്ക് ഇനി കമേഴ്സിലേക്ക് പോകാം. ചാൻറ്റി മാസ്റ്റർ. അഖിലൻ ലക്ഷ്മി, ഏത് വേഷമാണ് ഇപ്പൊ നിങ്ങൾ കെട്ടിട്ട് വന്നിരിക്കുന്നത്? LKG കുട്ടിയോ? അപ്പൊ അതേപോലെ തന്നെ സംസാരിക്കണം. നമ്മൾ സ്റ്റേജ് വിട്ട് പോകുന്നവരെ അതാണ് ടാസ്ക്. അത് നിങ്ങളുടെ മാർക്കും ബാധിക്കും. ഏത് ക്ലാസ്സിലെ മോൾ പഠിക്കുന്നേ? LKG. നിനക്ക് ഈ വേഷം നന്നായിട്ട് ചേരുന്നു. ഇഷ്ടായോ? ഇഷ്ടായി. നിന്റെ തലമുടി ഞങ്ങൾ ഒരുപാട് റൗണ്ട്സിൽ പറഞ്ഞതാണ്. ഈ തലമുടി നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പൊ നീ നന്നായിട്ട് അത് അനുസരിച്ച് മാറ്റി കെട്ടി വന്നു. വെരി ഗുഡ് ഗേൾ. താങ്ക് യു. നന്നായിരുന്നു. ഒരു കോമഡി റൗണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവന്ന കോൺസെപ്റ്റ് വാസ് വെരി 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 നൈസ്. കോമഡി റൗണ്ടിൽ നിങ്ങൾ ചെയ്ത കോമഡി ആക്ഷൻസിൽ നമുക്ക് ചിരി വന്നില്ല. സത്യത്തിൽ ആദ്യം മുതലേ ഞാൻ ചിരിച്ചത് നിങ്ങളുടെ ഈ വേഷം കണ്ടിട്ടാണ്. നിങ്ങൾ കൊടുത്തുവന്ന ഈ കോസ്റ്റ്യൂം, അതിനായിട്ടുള്ള എൻ്റെ ബോഡി ലാംഗ്വേജ് എല്ലാം അത് കണ്ടിട്ടാണ് എനിക്ക് ചിരി വന്നത്. പക്ഷെ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ടല്ല. പെർഫോമൻസ് ഡാൻസ് സ്റ്റെപ്സ് കണ്ടിട്ടല്ല. പിന്നെ ഇടയ്ക്ക് ലക്ഷ്മി കാണിച്ച ആക്ഷൻ കറക്റ്റായിരുന്നു. അതൊക്കെ വേണം. കുറച്ചും കൂടി ആഡ് ചെയ്തിരുന്നാൽ മേ ബി ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ലിറ്റിൽ മോർ ബെറ്റർ. ചിരി വന്നില്ല എന്നില്ല. ഞങ്ങൾ അത്രയ്ക്കും പൊട്ടിച്ച്, അതായത് നേരത്തെ കണ്ട റൗണ്ട്സിൽ, കോമഡി റൗണ്ട്സിൽ എത്രത്തോളം ഞങ്ങൾ അറിയാതെ പൊട്ടിച്ചിരിച്ചു. ഇപ്പോഴും നിന്നെ കണ്ടാൽ എനിക്ക് ചിരി വരുന്നു. സോ വിഷിംഗ് യു ഓൾ ഗുഡ് ലക്ക്. മോളു, അക്കു മോളു, ഇപ്രാവശ്യം എന്റെ മാർക്ക് കുറഞ്ഞു പോയി. ഓക്കെ, സങ്കടം വേണ്ട. അടുത്ത റൗണ്ടിൽ അതെല്ലാം കീപ്പ് അപ്പ് ചെയ്യണം കേട്ടോ. ബൈ. താങ്ക് യു മാസ്റ്റർ. Romeo Juliet. Akhil and Lakshmi, it was good performance and good attempt, and the concept was very nice. எனக்கு கான்செப்ட் ரொம்ப பிடிச்சிருந்தது. காமெடி ஆக்ட் இன்னும் நிறைய இருந்திருக்கலாம். We were laughing but we were not laughing throughout the song. So இன்னும் கொஞ்சம் காமெடி ஆக்ட் இருந்திருந்தா இன்னும் நல்லா இருந்திருக்கும். Your getup was nice, concept everything was nice. Comedy act கொஞ்சம் மிஸ் ஆயிடுச்சு. I felt like that. லக்ஷ்மி அந்த டயலாக் பேசும்போது it was good. அங்க ஒரு சிரிப்பு வந்தது. So that's what, everything was good. Comedy element was little low. That's it. Otherwise, it was very good performance. Thank you. All the best. Thank you. Laila Majnu. Hi Akhil and Lakshmi. It's very good performance, Lakshmi. Cute ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അഖിൽ കുറച്ച് വീക്കായി പോയി. പിന്നെ എന്താ അറിയോ, അപ്പോൾ നോക്കുന്നുണ്ട് മറന്നുപോയ സ്റ്റെപ്പ്. എല്ലാ ടൈമിലും നമ്മൾ മറന്നുപോയ സ്റ്റെപ്പ് നോക്കുമ്പോൾ അത് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചില കാര്യം LKG സ്റ്റുഡൻറ്റ് അവർ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇത് ഫോളോ അപ്പ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അത് സെറ്റായി പോയി അതുപോലെ. പക്ഷേ അഖിൽ വാസ് ഷുവർ ഷോട്ട്. ഈ സോങ് എന്ന് പറയുമ്പോൾ അത്രയും കോൺഫിഡൻറ്റ് ഇല്ല, സ്റ്റെപ്സിലും കോൺഫിഡൻറ്റ് ഇല്ല. പിന്നെ ചെയ്യുന്ന മൂവ്മെൻറ്റ് ഇതാണ് നെക്സ്റ്റ് എന്ന് നോക്കുന്നുണ്ട്. ഇത് LKG സ്റ്റുഡൻറ്റിന് നോക്കുമ്പോൾ അത് നമ്മൾ മെർജായി പോയി. പക്ഷെ സത്യം അത് തന്നെ മറന്നുപോയില്ലേ? നോക്കി ചെയ്തതാണ്. പക്ഷെ 2-3 സ്ഥലത്തിൽ അതുപോലെ എനിക്ക് തോന്നി. സോ ഒബ്വിയസ്ലി ഓക്കെയാണ്. സോങ് ബിഗിനിങ് കുറച്ച് ഇതുണ്ടല്ലോ, വോയിസ് ഓവർ, അത് കുറച്ച് ക്ലിയർ ആയിട്ട് ഉണ്ടെങ്കിൽ ഇന്നും കുറച്ച് അണ്ടർസ്റ്റാൻഡ് ആവും. ഇവിടെ മൂവ്മെന്റ്സ് എല്ലാം ചെയ്യുമ്പോൾ ക്ലംസിനെസ് ഉണ്ടായിരുന്നു കൂടുതൽ. ഓക്കെ പെർഫോമൻസ്. എനിവേ ഓൾ ദ ബെസ്റ്റ്. അഖിൽ, ലക്ഷ്മി, നമുക്ക് ഇനി മാർക്സിലേക്ക് പോകണ്ടേ? ശാന്തി മാസ്റ്റർ. ഈ ആന്റി മാർക്ക് പറയാൻ പോവാ. മാർക്ക് കേട്ടിട്ട് ഒരിക്കലും കരയാൻ പാടില്ല. ഓക്കെ, I'll give you 8 on 10. Thank you master. 8 on 10. Thank you master. 8 on 10. Romeo Juliet. 8 marks. Thank you. 8 on 10. Laila Majnu. 8 marks. 8 on 10. 24 out of 30. നല്ല മാർക്കല്ലേ? ഇഷ്ടപ്പെട്ടോ? ജഡ്ജസിനൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്നായി ബലം കൊണ്ടുപോ. പുലാപ്പോ. ടാറ്റാ. ടാറ്റാ. കുട്ടിക്കളിയെല്ലാം മാറി നമുക്ക് കുറച്ച് സീരിയസ് പെർഫോമൻസിലേക്ക് പോയാലോ? വേൾഡ് ഡാൻസ് റൗണ്ടിൽ ഇനി വരുന്നു ഫിറോസ് ആൻഡ് ഷമീർ. ഹായ്, ഞാൻ ഫിറോസും ഷമീറും ആണ്. അടുത്ത റൗണ്ട് വേൾഡ് റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. വേൾഡിലെ
തായ്ലാൻഡാണ് എടുത്തിരിക്കുന്നത്. തായ്ലാൻഡ് മങ്കി ഡാൻസാണ് നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും കാണണം. മങ്കി ഡാൻസാണ് അടിപൊളിയായി, നിങ്ങളെല്ലാം കാണണം. ഇതിനകത്ത് ഇപ്പൊ ഫിറോസ് ആരാ, ഷമീർ ആരാ? ഞാൻ ഷമീർ, ഇത് ഫിറോസ്. ഫിറോസ് ആണല്ലേ. ഓക്കെ, ദിസ് വെരി ഇൻട്രസ്റ്റിംഗ് വേഷമാണ്. എവിടെ നിന്നാണ് ഈ ഹോൾ അറ്റയർ? തായ്ലാൻഡാണ് ചെയ്യുന്നത്. അവിടുത്തെ മങ്കി ഡാൻസ്, മങ്കിയെ ആരാധിക്കുന്ന ഒരു സ്റ്റൈലാണ് എടുത്തിരിക്കുന്നത്. ഈ സ്റ്റൈലിന് പ്രത്യേകിച്ച് പേരുണ്ടോ? മങ്കി ഡാൻസ് എന്ന്. മങ്കി ഡാൻസ്. അവിടെ മങ്കിയെ ആരാധിക്കുന്ന തായ്ലാൻഡില് ആ ഫോമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ we are waiting to see. We'll enjoy this performance. Thank you.
ഫിറോസ്, ഷമീർ, ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ആയിരുന്നു. എനിക്ക് ഇത് ഒരു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് കാണുന്നത്. പക്ഷേ വൺ ക്യൂട്ട് തിങ് ഇസ് ഇവിടെ ആണ്, ഇവിടെ മൂക്ക് ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കമന്റ്സിലേക്ക് പോകാം. We'll start with Romeo Juliet. It was something new, unique, and world dance in Varmouth. It was very different and beautiful presentation actually. Idhula vandu I didn't see any heavy dance, steps, adala illa. Very mild movements, but it was very nice and cool and calm, relaxed. The seat lo okka relaxed or performance paakuma, it was very nice. And ungaloda properties nalla irundhathu, unga makeup, unga costume, no, everything was very nice. I totally enjoyed the performance. ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയാണോ? വെളിയിൽ ചെയ്യാൻ കൊടുത്ത ഇതൊക്കെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്. ഞാൻ മറ്റേ ഈ ഫ്രൂട്ട്സ് ഒക്കെ മൂടി വെക്കുന്ന ഒരു കൂടെയല്ലേ അത്? കിണ്ണ പൈപ്പ് അതല്ല, പൈപ്പ് PVC പൈപ്പില് അവിടെ ഉപയോഗിക്കുന്ന അവരെ ഗത ഇത്ര നീളമുണ്ട്, ആ സ്റ്റൈല് ഇപ്പൊ നമ്മള് ചെയ്ത സ്റ്റൈൽ. ഓക്കെ, നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് ആണ് ശരിക്കും ഞാനിതിൽ കണ്ടത്. ஒரு ரவுண்ட்லயும் உங்களோட இம்ப்ரூவ்மெண்ட், ஒரு ரவுண்ட்ல ஒரு அந்த கான்செப்ட், காமெடினா காமெடி, கிரீச்சர்னா கிரீச்சர், வேர்ல்ட் டான்ஸ்னா வேர்ல்ட் டான்ஸ், யூ ஷோயிங் தி டிஃபரன்ஸ் இன் யுவர் பெர்ஃபார்மன்ஸ். வெல், your growth is totally different and it's very good and healthy actually. Wish you all the best, Firoz. Shamir, നിങ്ങളുടെ യാത്ര മുന്നോട്ട് പോട്ടെ. Good luck. Thank you. Laila Majnu. ഫിറോസ് ആൻഡ് ഷമീർ നന്നായിരുന്നു. താങ്ക് യു മാഡം. പറഞ്ഞതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ആയാലും മേക്കപ്പ് ആയാലും കോസ്റ്റ്യൂം ആയാലും നിങ്ങൾ അതിൻ്റെ പിറകിലൊരു അന്വേഷണം അല്ലെങ്കിൽ ഒരു നമ്മൾ സാധാരണ ബാക്കി ഡാൻസുകൾ ചെയ്യുന്നത് നമ്മുടെ ക്ലാസ് വർക്ക് പോലെയും ഇത് നിങ്ങളുടെ ഒരു എക്സ്ട്രാ പ്രൊജക്റ്റ് പോലെയാണ്. നമ്മൾ വേറൊരു കാര്യം അറിഞ്ഞ് അതിനെക്കുറിച്ച് പഠിച്ച് അത് നമ്മൾ ഡെപിക്റ്റ് ചെയ്യാണ് ഇവിടെ വീണ്ടും. അതിനുള്ള ഒരു ഹോംവർക്ക് നിങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. വെറുതെ അല്ല ഈ ഒരു സ്റ്റേജ്, ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കി ഒരു ലെവലിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പെർഫോം ചെയ്യുന്നുണ്ട് നിങ്ങൾ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ചെറിയ ചെറിയ ഫ്ലോസ് ഉണ്ടായിട്ടുണ്ട്, അതൊരു മാർക്ക് ഷീറ്റ് മുമ്പിലുള്ളത് കൊണ്ട് മാത്രം പറയേണ്ടി വരുന്ന ചെറിയ ഫ്ലോസ് ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രം. അതർവൈസ് ഇറ്റ് വാസ് സൂപ്പർ. താങ്ക് യു. ശാന്തി മാസ്റ്റർ. ഹലോ ഫിറോസ് ആൻഡ് ഷമീർ, സൂപ്പർബ് ഡാ. വെരി നൈസ്, വെരി നൈസ്. ദിസ് വാസ് സംതിങ് റിയലി സൂപ്പർ. താങ്ക് യു മാം. പിന്നെ അതിൻ്റെ പാറ്റേൺ ഇപ്പം നമ്മൾ എത്ര അഡോപ്റ്റ് ചെയ്താലും നമ്മളൊന്നും ഇതെല്ലാം പഠിച്ചു വരുന്നവരല്ല. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു റൗണ്ട്സ് കിട്ടുമ്പോൾ നമ്മൾ പോയിട്ട് അത് റിസർച്ച് ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്തത് വളരെ പുതിയ ഒരു കോൺസെപ്റ്റാണ്, പുതിയ ഒരു ഐഡിയ ആൻഡ് പുതിയ സെലക്ഷനാണ് ഫോം ഓഫ് ഡാൻസിൽ. നിങ്ങളുടെ പ്രോപ്പർട്ടീസ് വാസ് സൂപ്പർ. നിങ്ങളുടെ കോസ്റ്റ്യൂം, മേക്കപ്പ് എന്ന് വെച്ചാൽ വെറും മുഖത്ത് മാത്രമല്ല, നിങ്ങളുടെ തലമുടിയിലുള്ള കളറും കൂടി ടു ഷോ ദാറ്റ് യു ആർ കമ്മിങ് ഫ്രം തായ്ലൻഡ്. ഡീറ്റെയിലിംഗ്, ഹാറ്റ്സ് ഓഫ് ടു യു ബോയ്സ്. പിന്നെ ഇതിൽ ചെറുതായിട്ട് കോർഡിനേഷൻ വാസ് നോട്ട് ദെയർ ബിക്കോസ് ഇത് ഒരു പുതിയ സംഭവമാണ്. ഇതിൽ നമുക്ക് ബീറ്റ്സ് അധികം ഉണ്ടായിരുന്നില്ല ടു ഫോളോ ദ ബീറ്റ്സ്. നമുക്കൊരു മൈൽഡ് മ്യൂസിക് ആണ്, ആ മ്യൂസിക് ഇങ്ങനെ ഫ്ലോ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക്കിൽ നമുക്ക് കറക്റ്റ് ആ ടൈമിംഗ് കിട്ടണമെങ്കിൽ നമുക്ക് ഒരുപാട് പ്രാക്ടീസ് വേണം. അവർ എത്ര വർഷങ്ങളായിട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമുക്ക് കിട്ടുന്ന വെറും ഒരു 3-4 ദിവസം കൊണ്ട് നമ്മൾ ഇതെല്ലാം പഠിച്ചു വരണം. നമുക്ക് ഇതുവരെ നമ്മൾ കണ്ടിരാത്ത ചെയ്തിരാത്ത പുതിയ ഫോംസ് നമ്മൾ അത്രയും ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ പഠിക്കണം. അത് വെച്ച് നോക്കുമ്പോൾ ദിസ് വാസ് റിയലി റിയലി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ നിങ്ങളുടെ യാത്ര വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ 3ാമത്തെ ലെവലിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ റൗണ്ട്സ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാലോ, ചെറുപ്പം മുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥ എന്താ, മുയലും ആമയുമായിട്ടുള്ള ഒരു റേസ്. സ്ലോ ആൻഡ് സ്റ്റഡി. ഫസ്റ്റ് തുടക്കത്തിൽ ഭയങ്കര ഗംഭീര പെർഫോമൻസ് ഒന്നും നിങ്ങൾ കാഴ്ചവെച്ചിട്ടില്ല. അതൊക്കെ സിമ്പിൾ ആയിരുന്നു. അതായത് ഓരോ ലെവൽ കടന്നു പോകാനുള്ള പെർഫോമൻസസ് ആയിരുന്നു. അപ്പോൾ ഈ 3ാമത്തെ ലെവലിൽ കുറച്ചും കൂടി ഒരു ഫാസ്റ്റ് ക്ലൈംബിംഗ് ഇസ് ദെയർ ടുവേർഡ്സ് ദി ഗോൾ. വെരി ഗുഡ് മക്കളെ, ഐ റിയലി ലൈക്ഡ് ഇറ്റ് സോ മച്ച്. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ ദിസ് ഗ്രാൻഡ് വിഷ്വൽ ട്രീറ്റ്. താങ്ക് യു മാസ്റ്റർ. ഓക്കെ, സോ ഇറ്റ് വാസ് എ പെർഫെക്റ്റ് ഐ കാൻഡി തന്നെയായിരുന്നു. നമുക്ക് മാർക്സിലേക്ക് പോകാം. ശാന്തി മാസ്റ്റർ. I'll give you 9 on 10. 9 on 10. Romeo Juliet? 9.5 on 10. 9.5 out of 10.
Laila Majnu. 9.5 on 10. 9.5 out of 10. 28 out of 30. Wow, congratulations. ഈ ഒരു ലെവലില് ഓൾമോസ്റ്റ് എല്ലാ റൗണ്ട്സിലും നല്ല മാർക്സ് ആണ് കിട്ടിയത് നിങ്ങൾക്ക് അല്ലേ? സന്തോഷല്ലേ? ഉണ്ടോ? ഉണ്ട്. ഞാൻ അടുത്ത റൗണ്ടിനുള്ളൊരു ടെൻഷനും ഉണ്ട്. അയ്യോ, കുഴപ്പമില്ല. ഇനി ഒരു റൗണ്ട് മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? അത് നന്നായിട്ട് ചെയ്യും എന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഓൾ ദ ഗുഡ് ലക്ക് ഫോർ നെക്സ്റ്റ് റൗണ്ട്. താങ്ക് യു. ഒരു നല്ലൊരു ചേഞ്ച് ആണ് നമ്മുടെ കണ്ടസ്റ്റൻസിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നത്. ഒരു ഇംപ്രൂവ്മെന്റ്. എവറി കണ്ടസ്റ്റന്റ് ഇസ് ഇംപ്രൂവിങ്. ഇന്നത്തെ ബെസ്റ്റ് പെയർ അഥവാ ബെസ്റ്റ് പെർഫോമൻസ് ചെയ്താന്ന് അറിയാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് കണ്ടസ്റ്റന്റ് വിളിക്കണ്ടേ? കണ്ടസ്റ്റൻസ് പ്ലീസ്. ശാന്തി മാസ, ഇന്ന് വ്യത്യസ്തമായ കാഴ്ചകളായിരുന്നു ഈ വേദിയിൽ എല്ലാവരും പ്രസന്റ് ചെയ്തത്. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ആണോ പേരാണോ? ഈ എപ്പിസോഡിൽ ഇന്ന് ഫെറോസ് ആൻഡ് ഷമീർ ഗെറ്റ്സ് ദ ബെസ്റ്റ് പ്രസന്റേഷൻ അവാർഡ്. കോൺഗ്രാറ്റ്സ് ഫെറോസ് ആൻഡ് ഷമീർ. ഈ ഇംപ്രൂവ്മെന്റ് ഇസ് ലൈക്ക് ക്വൈറ്റ് ഷോക്കിംഗ് അല്ലേ? ഇംപ്രൂവ്മെന്റ് എന്നല്ല, എല്ലാവരും നന്നായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയണമെങ്കിൽ ഇപ്പോൾ പ്രജിൻ ആൻഡ് അഞ്ജലി നല്ല കൊറിയോഗ്രാഫി ആയിരുന്നു അവരുടെ ഡാൻസിൽ. അഖിൽ ആൻഡ് ലക്ഷ്മി നല്ല ജോഡിയായിരുന്നു അവർ. അങ്ങനെ കമ്പയർ ചെയ്താൽ ഇന്നത്തെ 3 പെർഫോമൻസും ഓരോരോ കാറ്റഗറിയിൽ നല്ലത് തന്നെയായിരുന്നു. ആരാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഓക്കെ, നമ്മൾ ജോഡിയെ വിട്ടേക്കാം. ബിക്കോസ് ഓൾ ദ 3 ജോഡിയും നല്ലത് തന്നെയായിരുന്നു. ബെസ്റ്റ് പ്രസന്റേഷൻ ഇന്ന് ഇവർക്കാണ്. സോ ദ ലക്ക് ഫാക്ടർ ഇസ് ഗോയിങ് ടു ദെം. കോൺഗ്രാറ്റ്സ് ഫിറോസ് ആൻഡ് ഷമീർ വൺസ് അഗൈൻ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ആവാറായി. എല്ലാ കണ്ടസ്റ്റൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. അടുത്ത ദിവസം വീണ്ടും അവർ വരും നല്ല നല്ല പെർഫോമൻസസുമായി. ഇതുവരെ ചെയ്തിരാത്ത, അതായത് ഈ കുട്ടികളുടെ ഡാൻസ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടേ ഇല്ല അല്ലേ? സോ ആ പാട്ട് വെച്ചിട്ട് എല്ലാവരും ഒരു കുട്ടികളുടെ ഡാൻസ് ചെയ്താലോ? ചെയ്യല്ലേ? സിജ ഉൾപ്പെടെ അല്ലേ? വേണോ വേണ്ടിയോ? പറയൂ, എങ്ങനെ വേണം പറയൂ. വേണം. ഏതൊക്കെ മാമിമാരൊക്കെ വേണം? ആ മാമൈ, ഈ മാമൈ, വന്ന് കൊണ്ടുപോക്കോ. ബാ. കളിച്ചിരി എല്ലാം പാക്കപ്പ് ആയി. അടുത്ത ദിവസം വീണ്ടും കാണാം with more exciting performances. Till then, this is me Sija signing off from Let's Dance Season 2. കണ്ടില്ലേ കണ്ടില്ലേ വെണ്ണിൻ സൈന്യം കണ്ടില്ലേ കാമൻ നൽകും വില്ലും അമ്പും കണ്ണിലേന്തി കണ്ടില്ലേ കണ്ടില്ലേ വെണ്ണിൻ സൈന്യം കണ്ടില്ലേ തേനിൽ മുക്കും വാളൊന്ന് നാവിലേന്തി. സ്റ്റാർട്ടിങ് മുതൽ അത് എൻഡ് ചെയ്തത് അറിഞ്ഞേ ഇല്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഒത്തിരി വർക്ക് ചെയ്തതിൻ്റെ ഒരു തെളിവാണ്. ഇറ്റ് വാസ് സൂപ്പർ. So all over the concentration will go. So music Anisha is ചെയ്യുന്നത്. So tight, I can't able to do right now. And I didn't practice ചെയ്തിട്ടില്ല. I'm sorry. Thank you so much for the shoes. अभी कुछ दिनों से मैं सोचता हूँ कि दिल की थोड़ी सी सुन लूँ. यहाँ रहने आएगी दिल सजा लूँ. मैं ख्वाब थोड़े से बुन लूँ. है दिल पे शक मेरा, इससे प्यार हो गया. ला 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 ला. മതി 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 മതി.
I wanted to give you a standing ovation, Monu. Beautiful. Thank you, ma'am. പില്ലോ പ്രോപ്പർട്ടി റൗണ്ടിൽ ആദ്യമായിട്ടാണെന്ന് ഞാൻ പറയില്ല, അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു തോട്ട്സിലുള്ള നോവൽറ്റി അല്ലെങ്കിൽ ഐഡിയയിലുള്ള ഒരു പുതുമ എന്ന് പറയുന്നതാണ്. अभी कुछ दिनों से सुना है दिल का रौब ही कुछ नया है, कोई राज कम वक्त है छुपाए खुदा ही जाने की क्या है दिल पे शक मेरा इसे प्यार हो गया, अभी कुछ दिनों से मैं सोचता हूँ